ഒരുത്തന്റെ മുമ്പിലും നാളെ ഉണ്ടാവില്ല, അത് വിചാരിക്കണ്ട. ഞാൻ പറയുന്നത് വളരെ ഗൗരവമായി പറയാൻ. വീട്ടിൽ നിരന്തരമായി ബന്ധങ്ങൾ പുലർത്തുന്നവർ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരിൽ. മനസ്സിലായോ? ഒരമിത സ്വാതന്ത്ര്യവും ഒരാൾക്കും കൊടുക്കാൻ പാടില്ല വീട്ടില്. എന്നും പച്ചക്കറി വാങ്ങാൻ ഏൽപ്പിക്കരുത്. കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു ഫാമിലി വന്നു. എന്നും ആ വീട്ടിൽ ഭർത്താവ് ഗൾഫിലാണ്, എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ അയൽവാസിയെ ഒരു ചെക്കനെ ഏൽപ്പിച്ച്. വെറും കുരുന്ന് 21 വയസ്സല്ലേ, ഓക്ക് 40 വയസ്സ്. മുറുകിയ പ്രേമം അവനോട്. വകുപ്പ് വെച്ചു കൊടുക്കരുത്, വകുപ്പ് വെച്ചു കൊടുക്കരുത്. മനസ്സിലായോ? നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ പറയുന്നത്. തോറ്റുപോകും, തോൽക്കേണ്ടി വരും, ദാമ്പത്യ ജീവിതത്തിൽ കണ്ണീര് കുടിക്കേണ്ടി വരും, ഉറപ്പ്. കുടിച്ചിട്ടുണ്ട്, ലോകം ഇന്ന് കുടിക്കുന്നുണ്ട്. കുടുംബ ശൈഥില്യത്തെ പോലെ ആധുനിക ലോകം അനുഭവിക്കുന്ന ഒരു മഹാദുരന്തവും ഇന്ന് ലോകത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക, ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം, തന്തയില്ലാത്ത അമേരിക്ക. ആരാമോണേ നിന്റെ ഉപ്പ, ആരാമോണേ നിന്റെ ഉമ്മ ചൂണ്ടിക്കാണിക്കാൻ തന്തമാരില്ലാത്ത അമേരിക്കയുടെ ദയനീയ സ്ഥിതി ഈ നാട്ടിലുണ്ടാവും. യുവാക്കളെ ഉണർന്നോളി, ഉണർന്നോളി. കാലം മാറി, ലോകം മാറി. ചാനലിന്റെ മുമ്പിലാണ്. മനസ്സിലായോ? ചാനലിന്റെ മുമ്പിലാണ്, മൊബൈലിന്റെ മുമ്പിലാണ് 2 വയസ്സുള്ള ചെക്കനും കുട്ടിയും ഒക്കെ